ബാക്ക് ടു റേസ് എ ഗൺ. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് നമ്മുടെ ആനുവൽ എക്സാമിന് കൂടുതൽ ചോദ്യങ്ങളും വരിക. അപ്പൊ അതിലൊരു പാഠമാണ് എന്ത്, ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സാക്ഷാത്കാർ പഠിക്കുന്നത് അല്ലെ. അപ്പോ സന്തോഷ് യാദവിനെ ആരാണ് ഇവിടെ ഇന്റർവ്യൂ ചെയ്തത്? മനീഷ് കുമാർ സിൻഹയാണ്. അപ്പൊ മക്കളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അർത്ഥം മനസ്സിലാകുന്നില്ല. ആ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ എന്താണ്, ആൻസർ എഴുതാനും പറ്റുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരുപാട് ഈ ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്ന പാഠത്തിൽ നിന്നും വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വായിക്കാം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, മോഡൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കൂ, സൂചന, ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് साक्षात्कार का ये अंश पढ़े 4 से 7 तक के प्रश्नों के उत्तर लिखे. അതായത് 4 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കണം ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്ന ഈ ഒരു പാർട്ടിൽ നിന്നും ആ ഒരു ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ട്. ആ പോർഷനിൽ നിന്നുമാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കിയാലോ. मैं बचपन से ही बहुत जिज्ञासु थी और यही जिज्ञासा मेरी प्रेरणा बनी. बर्फ से ढके पहाड़ों पर चढ़ने की जिज्ञासा बहुत पहले से ही थी. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം നോക്കൂ. മേ ബച്പൻ സേ ഹി ബഹുത് ജിജ്ഞാസു ഥി, ഞാൻ കുട്ടിക്കാലം മുതലേ വളരെ ജിജ്ഞാസയുള്ള ഒരാളായിരുന്നു അല്ലേ. और यही ജിജ്ഞാസ, ഈ ഒരു ജിജ്ഞാസയാണ് മേരി പ്രേരണ ബനി, അതാണ് എന്നെ പ്രേരിപ്പിച്ചത്. ബർഫ് സേ ഠക്കേ പഹാഡോം പർ, മഞ്ഞ് മൂടിക്കിടന്ന ആ ഒരു വലിയ പർവ്വതം, ചढ़ने की ജിജ്ഞാസ, അത് കയറാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ബഹുത് പെഹലേ ഹേ സി ബഹുത് പെഹലേ സേ ഹി ഥി, വളരെ മുന്നേ തന്നെ എനിക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് ആണ് അല്ലേ. നമുക്ക് ചോദ്യം നോക്കാം. जानने की इच्छा के अर्थ में प्रयुक्त शब्द है. നമുക്കറിയാം എന്താണ് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂരിയോസിറ്റി ആണ്. നമുക്ക് ഇംഗ്ലീഷ് മീനിങ് അറിയാലോ, നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ മീനിങ് എന്താണ്, ക്യൂരിയോസിറ്റി. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യത്തെ അറിയാനുള്ള ആഗ്രഹം അല്ലേ. അപ്പൊ അതാണ് ഇവിടെ ചോദിക്കുന്നത്. ജാനന എന്നാ എന്താ, അറിയുക. ജാനനെ കി ഇച്ഛ, അറിയാനുള്ള ആഗ്രഹം. അപ്പം जानने की इच्छा के अर्थ में प्रयुक्त शब्द है. ഓപ്ഷൻസ് ഉണ്ട്. ബച്പൻ ആണോ, ബർഫാണോ, ജിജ്ഞാസയാണോ, പ്രേരണയാണോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ അർത്ഥം അറിയണല്ലോ. ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലമാണ്, നമുക്ക് അത് അറിയാം. അപ്പൊ അതല്ല, അത് തെറ്റായ ഉത്തരവാണ്. ബർഫ് എന്താണ്, അപ്പൊ നോക്കൂ ഇവിടെ ബർഫ് ബർഫ് സേ ടക്കേ പഹാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, മഞ്ഞു മൂടിയ മലകളെയാണ് എന്ത് പറയാ. അപ്പൊ മഞ്ഞ് എന്ന വാക്കിന്റെ അർത്ഥമാണ് എന്ത്, ബർഫ്. അപ്പൊ ബർഫും അല്ല. നോക്കൂ, പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രേരണ തന്നെയാണ് അല്ലെ. ജിജ്ഞാസ, അപ്പൊ ജിജ്ഞാസയുടെ വേറൊരു ഡെഫിനിഷൻ ആണ് എന്ത്, ജാനനെ കി ഇച്ഛ. അപ്പൊ ജാനനെ കി ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്, ജിജ്ഞാസയാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ജിന്ദഗി മേ ജിജ്ഞാസ കാ മഹത്വ ക്യാ ഹേ. ജീവിതത്തില് ജിജ്ഞാസ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന പ്രവൃത്തിയുടെ മഹത്വം എന്താണ് എന്നാണ് ചോദ്യം. നോക്കൂ, 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതണം നമുക്ക് നോക്കാം. നമുക്കത് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു സ്ലൈഡിൽ നമുക്ക് നോക്കാം. അടുത്ത് നോക്കിയേ, ആശയ വിസ്താർ കർക്കെ വാക്യ പിരമിഡ് കി പൂർത്തി കരേ. ആശയം വിസ്താർ കർക്കയിലെ ആശയം വിസ്തരിച്ചിട്ട് ഈ വാക്യ പിരമിഡ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മുജേ ജിജ്ഞാസാ ഥി, മുജേ ബർഫ് സേ ടക്കേ പഹാഡോം പർ ചढ़ने की बहुत जिज्ञासा थी. അപ്പൊ ഇതാണ് വേറൊരു ചാൻസ് ഉള്ള ചോദ്യം. പിരമിഡ്, വാക്യ പിരമിഡ്. അപ്പൊ ആദ്യം എന്ത് വന്നു, ജാനനെ കി ഇച്ഛ എന്ന വാക്കിന്റെ അർത്ഥം ജിജ്ഞാസയാണ്, നിങ്ങൾ പഠിച്ചു അല്ലേ. രണ്ടാമത് നോക്കൂ, ജിന്ദഗി മേ ജിജ്ഞാസ കാ മഹത്വ ക്യാ ഹേ. ജിന്ദഗി എന്താണ്, ജീവിതമാണ്. ജിന്ദഗി എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതം. അപ്പോ ജീവിതത്തിൽ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്, ജാനനെ കി ഇച്ഛ, അറിയാനുള്ള ആഗ്രഹം അല്ലെ. അപ്പൊ അതിന്റെ മഹത്വം എന്താണ്, മഹത്വം
ക്യാ ഹെ എന്താണ്? അപ്പൊ ജീവിതത്തില് നമ്മൾ ക്യൂരിയോസിറ്റിയുടെ ഒരു മഹത്വം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ആശയ വിസ്താർ കർക്കെ. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ ആശയ വിസ്താർ കർക്കെ എന്നൊന്നും പെട്ടെന്ന് വായിച്ചത് മനസ്സിലായില്ല. നോക്കൂ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? വാക്യ പിരമിഡ് കി പൂർത്തി കരെ. ഇനി ഇതും കണ്ടാലല്ല, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് വാക്യ പിരമിഡ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോ മൂന്നാമതായിട്ട് ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്താണ്? വാക്യ പിരമിഡ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് കി ചോട്ടി പർ പഹുഞ്ച് ഗയി. അപ്പൊ സന്തോഷ് യാദവ് എവിടെ എത്തി? അതെ, ആ ഒരു ഹിമാലയത്തിന്റെ മുകളിലെത്തി. ഈ സമാചാർ പത്രമേ റപ്പട്ട് ആയി. നോക്കൂ, ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഡയറി ആണോ, സമാചാർ പത്ര റപ്പട്ടാണോ, അല്ലെങ്കിൽ പത്രമാണോ? ഇതൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ഹിന്റ് കിട്ടി. എന്താണ്? ഇസ് പർ. ഇത് എവിടെ വന്നു? സമാചാർ പത്രമേ റപ്പട്ട് ആയി അല്ലെ? പേപ്പറിൽ ന്യൂസ് ആയിട്ട് വന്നു. സങ്കേതോ കി സഹായത സേ സംഭാവിത റപ്പട്ട് ലിഖേ. അപ്പൊ നമ്മളൊരു ചോദ്യം കാണുന്ന സമയത്ത് ഏറ്റവും അവസാനമാണ് എന്തുണ്ടാവുക? എന്താണ് എഴുതേണ്ടത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ റപ്പട്ട് ആണ് എഴുതാറുള്ളത്. റപ്പട്ട്. ഓക്കെ, നോക്കൂ, ഹിൻസ് ഉണ്ട് ഇവിടെ. സങ്കേത് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കേത് എന്ന് പറയുന്നത് ഹിൻസ് ആണ്. ഭാരത് കി മഹിളാ പർവതാരോഹി ഇത്രയും കിലോമീറ്റർ മുകളിൽ കയറി. വാക്കി ടോക്കി ഫോൺ കെ ജരിയാണ് അവർ എന്ത് ചെയ്തത് അല്ലെ? ഈ ന്യൂസ് ഒക്കെ എത്തിച്ചത്, ഞാനിവിടെ എത്തിയെന്ന് എത്തിച്ചത്. ബിനാഡർക്കെ അല്ലെ, ഒരു പേടിയും ഇല്ലാതെയാണ് അവര് എവറസ്റ്റ് കീഴടക്കിയത്, എവറസ്റ്റിന്റെ മുകളിൽ കയറിയത്. അപ്പൊ ഇത്രയും ഹിൻസ് ഉണ്ട് നമുക്ക് അല്ലെ? ഇത് വെച്ച് നമ്മൾ എന്ത് എഴുതണം? ഒരു സമാചാർ പത്ര റപ്പട്ട് എഴുതണം. ഇനി സമാചാർ പത്ര റപ്പട്ടിന് പകരം നമുക്ക് എന്തും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. നോക്കൂ, അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഒന്ന് ഹിന്ദിയിൽ എന്തു പറയാം? സമാചാർ പത്ര എന്ന് പറയാം. രണ്ട്, സമാചാർ പത്ര റപ്പട്ട് എന്ന് പറയാം. മൂന്ന്, വെറും റപ്പട്ട് എന്ന് മാത്രം പറഞ്ഞാലും എന്താണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും അവസാനമാണ് നമുക്ക് എന്തുണ്ടാവുക? എന്താണ് എഴുതേണ്ടത് എന്ന സൂചന ഉണ്ടാവുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നീ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിനാണേ. ഓക്കെ, सूचना खूबसूरत अनुभूति है एवरेस्ट साक्षात्कार का ये अंश पढ़े. ഇത്ര മുതൽ ഇത്ര വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതൂ എന്നാണ്. പാരഗ്രാഫ് ഉണ്ട്, നോക്കാം പാരഗ്രാഫിൽ എന്തൊക്കെയാണുള്ളതെന്ന്. जब मैं टॉप पर पहुंची तो भावात्मक रूप से मैं शून्य हो गई थी. അല്ലേ? ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് ആണേ, നിങ്ങൾക്ക് ഇത് പരിചയമുണ്ടല്ലോ അല്ലേ? നോക്കൂ, जब मैं टॉप पर पहुंची तो भावात्मक रूप से मैं शून्य हो गई थी. ജബ് മേ എപ്പോഴാണോ ഞാൻ, ആര്? സന്തോഷ് യാദവ് അല്ലെ? ടോപ്പ് പർ പഹൂഞ്ചി തോ ഏറ്റവും മുകളിലെത്തിയത്, തോ ഭാവാത്മക രൂപ സേ മേ ശൂന്യ ഹോ ഗയി ഥി. ഞാൻ എന്താണ്, എന്റെ ഫീലിങ്സ് ഒക്കെ ശൂന്യമായിട്ട് പോയി അല്ലെ? നാ കിസി പ്രകാർ കി ഖുഷി ഥി. ഒരു തരത്തിലുള്ള ഖുഷി എന്താണ്? സന്തോഷം. ഒരു തരത്തിലുള്ള സന്തോഷവും എനിക്ക് അനുഭവപ്പെട്ടില്ല. ന കോയി ഗം, ഒരു തരത്തിലുള്ള ദുഃഖവും എനിക്ക് അനുഭവപ്പെട്ടില്ല. वॉकी टॉकी फोन के जरिए मुझे सूचना दी गई कि मैं एवरेस्ट पर पहुंच गई हूँ. അപ്പൊ ഞാൻ വാക്കി ടോക്കിയുടെ സഹായത്തോടു കൂടി ഞാൻ എന്തറിയിച്ചു? ഞാൻ ഇവിടെ ഹിമാലയത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിയിച്ചു അല്ലെ? ചോദ്യം നോക്കാം. സന്തോഷ് യാദവ് കോൺ ഹേ. സന്തോഷ് യാദവ് ആരാണ്? കോൺ ഹേ, ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. പർവ്വതാരോഹിയാണോ, അധ്യാപികയാണോ, അഭിനേത്രിയാണോ, ഡോക്ടറാണോ? ആരാണ് സന്തോഷ് യാദവ്? ആരാണ്? നമുക്കറിയാം, പർവ്വതാരോഹിയാണ് അല്ലേ? അടുത്ത ചോദ്യം. वॉकी टॉकी फोन के जरिए സന്തോഷ് യാദവ് കോ കിസ്കി സൂചന ദി ഗയി. എന്ത് സൂചനയാണ് കൊടുത്തത് അല്ലേ? ജൽദി ഘർ ജാന, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോണെന്നാണോ? പരാജിത ഹോ ഗയി, ഞാൻ തോറ്റുപോയി എന്നാണോ? എവറസ്റ്റ് പർ പഹൂഞ്ചി, എവറസ്റ്റിൽ ഞാൻ കയറി എന്നാണോ? ഖാനെ കെ ലിയെ തയ്യാർ ഹോന ഹേ, ഭക്ഷണം കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ് നോക്കൂ. ഇവിടെ എവറസ്റ്റ് പർ പഹൂഞ്ചി ഹേ, ഇതാണ് നമ്മുടെ ഉത്തരം അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. എവറസ്റ്റ് പർ ചढ़ने की अनुभूति को लेकर संतोष यादव की संभावित डायरी लिखे.
അപ്പൊ ഇവിടെ എഴുതേണ്ട കാര്യം എന്താണ്? ഡയറി ആണ്. ചോദ്യം വന്ന രീതി നോക്കൂ. എവറസ്റ്റ് പർ ചढ़ने അനുഭൂതി കോ, എവറസ്റ്റ് കയറിയ ആ ഒരു അനുഭൂതി ലേക്കർ സന്തോഷ് യാദവ് കി സംഭാവന ഡയറി. അപ്പൊ എവറസ്റ്റ് കയറിയതുമായി ബന്ധപ്പെട്ട് സന്തോഷ് യാദവ് അന്ന് എഴുതുന്ന ഡയറി അത്. ഇനി അഥവാ എന്നൊരു ഓപ്ഷൻ വരികയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെ ഇതേപോലെ കാണുകയാണെങ്കിൽ എന്താണ്? ഇതല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. രണ്ട് എഴുതിയാലും നമുക്ക് 4 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഇത് എഴുതിയാൽ 4 മാർക്ക് കിട്ടും, ഇത് എഴുതിയാൽ 4 മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. നോക്കൂ, സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് പർ ചढ़ने वाली ഭാരതീയ മഹിള ഹെ. ഓക്കെ, സന്തോഷ് യാദവ് ഹിമാലയം കയറിയ, മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഭാരതീയ മഹിളയാണ്. ഉസ്കാ അഭിനന്ദൻ കർത്തേ ഹുയേ ഏക് പത്ര തയ്യാർ കരെ. ഒരു പത്ര അല്ലെ, ഒരു എന്ത് എഴുതാനാണ്? അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനാണ് ഇവിടെ പത്ര. കണ്ടോ, സമാചാർ പത്ര അല്ല, പത്ര. അപ്പൊ പത്ര എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ഡയറി ഡയറി തന്നെയാ പറയാ, പത്ര ലെറ്റർ ആണ്. സമാചാർ പത്ര എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഓക്കെ, അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. 4 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ സന്തോഷ് യാദവിനെ കുറിച്ച് പഠിക്കണം അല്ലെ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊക്കെയാണ്. നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതണമല്ലോ. നമുക്ക് അത് എഴുതാൻ വേണ്ടി നമ്മൾ കുറച്ച് പോയിന്റ്സ് കൃത്യമായി പഠിച്ചു വെക്കണം. അത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബാക്കിയായിട്ട് പഠിക്കാം കേട്ടോ. സന്തോഷ് യാദവ് ബച്പൻ സേ ഹി നിഡർ ഥി. സന്തോഷ് യാദവ് കുട്ടിക്കാലം മുതലേ നിഡറായിരുന്നു. നിഡർ എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത ആളായിരുന്നു. ശരിയാണോ? ശരിയാണ്. സന്തോഷ് യാദവ് മേ ജിജ്ഞാസ നഹീ ഥി. സന്തോഷ് യാദവില് ജിജ്ഞാസ എന്താണ്? ഒരു അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. തെറ്റാണ്. ഏക് പർവതാരോഹി കോ സന്തുലിത് ദിമാഗ് വാലാ ഹോനാ ഹെ. ഒരു പർവതാരോഹിക്ക് എന്താണ്? നല്ല സംയമനമായിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ബുദ്ധി വേണം അല്ലെ, അത് വേണം. ശരിയാണ്. സന്തോഷ് യാദവ് മേ ഹിമാലയ പർ ചढ़ने की इच्छा थी. സന്തോഷ് യാദവിന് എന്താണ്? ഹിമാലയം കയറാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എവറസ്റ്റ് പർ ചढ़ना पर्वतारोही के लिए खूबसूरत അനുഭൂതി है. എവറസ്റ്റ് കയറുക എന്നത് ഒരു പർവതാരോഹയ്ക്ക് അല്ലെ എന്താണ്? വളരെയധികം खूबसूरत അനുഭൂതി है അല്ലെ, സുന്ദരമായിട്ടുള്ള അനുഭൂതിയാണ്. ശരിയാണോ? ശരിയാണ്. സന്തോഷ് യാദവ് എവറസ്റ്റ് की चोटी पर नहीं पहुंची थी. ഇവിടെ നോക്കൂ, സന്തോഷ് യാദവ് എവറസ്റ്റ് की चोटी पर पहुंची थी എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവർ അതിന്റെ മുകളിൽ എത്തി അല്ലെ. പക്ഷെ ഇവിടെ നോക്കൂ, നെഹി എന്ന് വന്നത് കൊണ്ട് എന്താണ്? തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പത്രവും സമാചാർ പത്രവും റെപ്പട്ടും അതുപോലെ സഹി പ്രസ്താവ് ചുൻകർ ലിഖയും വൺ വേർഡ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞില്ലേ. ഇനി ഇതിന്റെയൊക്കെ ഉത്തരം നമ്മൾ എങ്ങനെയാ എഴുതുക? നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണ്ടേ? അത് പഠിക്കാം. നോക്കൂ, ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്ന സാക്ഷാത്കാർ, ഒരു മാർക്കിന്റെ ചോദ്യം അവിടെ വരാം. സാക്ഷാത്കാർ ആണ്. ഓക്കെ, സന്തോഷ് യാദവ് സേ മനീഷ് കുമാർ സിൻഹ കി ബാത്ചീത്. സന്തോഷ് യാദവിനെ ആരാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? മനീഷ് കുമാർ സിൻഹയാണ്. നമുക്കിനി പോവാം. ഇതാണ് സന്തോഷ് യാദവ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ, അപ്പൊ അവരാണ് ഇവര്. സന്തോഷ് യാദവ് ആണ് ഇവര്. നമുക്ക് അവരെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ് പഠിക്കാം. സന്തോഷ് യാദവ് का जन्म 1969 में हरियाणा के रेवाड़ी जिले में हुआ था. 1969 ഹരിയാനയിലെ റേവാടി ജില്ലയിലാണ് സന്തോഷ് യാദവ് ജനിക്കുന്നത്. സന്തോഷ് യാദവ് ഭാരത് की एक पर्वतारोही है. ഭാരതത്തിലെ ഒരു പർവ്വതാരോഹകയാണ് സന്തോഷ് യാദവ്. आप माउंट एवरेस्ट पर 2 बार चढ़ने वाली विश्व की प्रथम महिला है. എവിടെയാണ്? അതെ, 2 തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ വനിതയാണ് ആര്? സന്തോഷ് യാദവ്. आपने पहले 12 मई 1992 में और उसके बाद मई 1993 में एवरेस्ट पर चढ़ाई करने में സഫലത പ്രാപ്ത് കി. 1992 മെയ് 12 അവർ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കുന്നത്. അതിനുശേഷം 1993 അവർ വീണ്ടും എവറസ്റ്റ് കീഴടക്കുന്നത്. ആപ്കോ 2000 में പത്മശ്രീ പുരസ്കാർ സെ സമ്മാനിത് കിയാ ഗയാ ഹെ. 2000 അവർക്ക് എന്താണ്? പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് അറിയോ?
നമുക്ക് സമാചാർ പത്ര റപ്പട്ട് എഴുതാൻ വരുമ്പോൾ, അതായത് പത്രവാർത്ത എഴുതാൻ വരുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ സന്തോഷ് യാദവിനെ കുറിച്ച് എഴുതണം. അപ്പൊ അതിന് ഉള്ള ഒരു കണ്ടന്റ് ആണ് എന്ത്, ഇത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജിജ്ഞാസ, അല്ലെ? ജിജ്ഞാസ അല്ലെങ്കിൽ ജാനേ കി ഇച്ഛ, അറിവ് നേടുക, ക്യൂരിയോസിറ്റി. ഈ ഒരു വാക്കിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് ഒരു ചോദ്യമായിട്ട് ഉറപ്പായിട്ട് വരും. 4 മാർക്കിന്റെ ചോദ്യം. നോക്കൂ, किसी भी चीज को समझने के लिए सबसे जरूरी होती है जिज्ञासा. ഏതൊരു കാര്യത്തെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ജിജ്ഞാസയാണ്. ആ കാര്യത്തെ കുറിച്ച് അറിയണം എന്നൊരു ആഗ്രഹമാണ്. ജിജ്ഞാസ ഹമേ ജീവൻ മേ കുച്ച് നയേ കർനെ കി പ്രേരണ ദേത്തി ഹൈ. നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് നമുക്ക് ജിജ്ഞാസ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജിജ്ഞാസ കെ കാരൺ ഹം കുച്ച് ലക്ഷ്യ നിശ്ചിത കർത്തേ ഹൈ. ഈ ജിജ്ഞാസ കൊണ്ട്, അല്ലെ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉറപ്പിക്കുകയാണ്. ഇസ് ലക്ഷ്യത്തെ പഹുഞ്ചനെ കി കോശിഷ്. ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമം. കോശിഷ് എന്താണ്? നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കോശിഷ് കർനെ വാലോം കോ കബി ഹാർ നഹി ഹോത്തി എന്ന്. പരിശ്രമിക്കുന്നവന് ഒരിക്കലും തോൽവി സംഭവിക്കില്ല. കോശിഷ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരിശ്രമം. നിരന്തർ കർത്തേ രഹത്തെ ഹേ. അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ മേ ജിജ്ഞാസ കാ ബഡാ സ്ഥാൻ ഹേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് ജിജ്ഞാസ അല്ലെങ്കിൽ അറിവ് നേടുക എന്ന വാക്കിന് വളരെയധികം വലിയ സ്ഥാനം തന്നെയാണുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഖൂബ്സൂരത് അനുഭൂതി ഹേ എവറസ്റ്റ് എന്ന പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കി കഴിഞ്ഞു. ആ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ബൈ.